നമ്മൾ കഴിഞ്ഞ ദിവസം കണക്റ്റിംഗ് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-11 കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഈ കണക്റ്റിംഗ് വേർഡ്സ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കണക്റ്റിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ വരും. വേഗം ക്ലിക്ക് ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പിന്നെ ആ കണക്റ്റിംഗ് വേർഡിന് ഇന്ന അർത്ഥം എന്ന് മാത്രമില്ല, നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ കണക്റ്റിംഗ് വേർഡിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ആക്ച്വലി എന്താണ് ആ കണക്റ്റിംഗ് വേർഡിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാനിപ്പോൾ ഒരു സെന്റൻസ് പറയും, നിങ്ങൾ ആക്ച്വലി എന്നുള്ള കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ. ഈ രണ്ട് സെന്റൻസ് നമ്മൾ മലയാളം അല്ല ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഐ ഡോണ്ട് ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ. അവിടെ നമുക്ക് ആക്ച്വലി എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? യാ, ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ. ശരിക്കും വാസ്തവത്തില് എനിക്ക് കോഫി ഇഷ്ടമല്ല. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ. ഇനി ബൈ ദ വേ. ബൈ ദ വേ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മൾ ബൈ ദ വേ ഉപയോഗിക്കുന്നത്. സെന്റൻസ് ഇങ്ങനെയാണ്, ഐ മെറ്റ് യുവർ സിസ്റ്റർ യെസ്റ്റർഡേ, ഹൗ ഈസ് ഷീ? ബൈ ദ വേ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും? ഐ മെറ്റ് യുവർ സിസ്റ്റർ യെസ്റ്റർഡേ, ബൈ ദ വേ ഹൗ ഈസ് ഷീ? ഇന്നലെ ഞാൻ നിന്റെ സിസ്റ്ററിനെ കണ്ടായിരുന്നു. ഇപ്പൊ അവൾ എങ്ങനെ ഇരിക്കുന്നു? ബൈ ദ വേ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആ സെന്റൻസിന്റെ ഒരു സൗന്ദര്യം നിങ്ങൾ കണ്ടില്ലേ? ഐ മെറ്റ് യുവർ സിസ്റ്റർ യെസ്റ്റർഡേ, ബൈ ദ വേ ഹൗ ഈസ് ഷീ? എനിവേ, എനിവേയുടെ അർത്ഥം എന്താ? എന്തായാലും. അപ്പൊ നമുക്ക് ഞാൻ രണ്ട് സെന്റൻസ് പറയാം, നിങ്ങൾ എനിവേ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം, ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് ആവശ്യത്തിനുള്ള സമയമില്ല, എന്നാലും നിന്നെ ഞാൻ സഹായിക്കാം. എന്നാലും എനിവേ. I don't have much time, anyway, I will help you. Anyway നമ്മൾ ഉപയോഗിച്ചത് എവിടെയാണ്? I don't have much time. എനിക്ക് ആവശ്യത്തിനുള്ള സമയമില്ല, എങ്കിൽ പോലും anyway, I will help you. However, I was very tired, I finished my work. കണക്റ്റിംഗ് വേർഡ് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയും, പക്ഷെ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് നോക്കുക. ഐ വാസ് വെരി ടയേർഡ്, ഹൗവർ ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ ടയേർഡ് ആയിരുന്നു, എന്നാലും ഞാൻ എൻ്റെ ജോലികൾ തീർത്തു. ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടാതെ അല്ലെങ്കിൽ അത് മാത്രമല്ല എന്നുള്ളൊരു അർത്ഥത്തിനാണ് നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ, ബിസൈഡ്സ് ഇറ്റ്സ് ടു ഫാർ. എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല എന്നും മാത്രമല്ല, ബിസൈഡ്സ് ഇറ്റ്സ് ടു ഫാർ, അത് വളരെ ദൂരത്തിലാണ്. എങ്ങനെയാ സെന്റൻസ് പറയുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ, ബിസൈഡ്സ് ഇറ്റ്സ് ടു ഫാർ. പോകാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ പോകാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, അത് വളരെ ദൂരത്താണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന കാരണങ്ങൾ കൂടാതെ വേറെയും കാരണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ബിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഫാക്ട്. ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ, വാസ്തവത്തിൽ, ഇൻഫാക്ട്. ഇതൊക്കെ നമ്മൾ കുറെ ഉപയോഗിച്ച് കേട്ടിട്ടുള്ളതാണ് അല്ലേ? ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. ഇൻഫാക്ട് ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വാസ്തവത്തിൽ അവൻ എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഒരാളോട് തമാശയായിട്ട് നമ്മൾ പറയാണ്, എങ്ങനെ പറയും? ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. എന്താ, അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഇൻഫാക്ട് ഹി ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഇൻഫാക്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചത് വാസ്തവത്തിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് വേണം നിങ്ങൾ ഇതിനെ കാണാൻ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ തന്നു, അത് നിങ്ങൾ നോക്കുക, പഠിക്കുക. എന്നിട്ട് എങ്ങനെയാണ് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുന്നത് എന്നും കൂടെ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ കേട്ട് പഠിക്കുക. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കണക്റ്റിംഗ് വേർഡ് നടുഭാഗത്ത് മാത്രമാണ് കൊടുക്കുന്നതെന്ന്. അങ്ങനെയല്ല, കണക്റ്റിംഗ് വേർഡ് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് സെന്റൻസിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പഴയ ക്ലാസ്സുകളിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, കുട്ടികളുടെ സ്കൂൾ പരീക്ഷയും ഓണപരീക്ഷയും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്.
സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും പേപ്പർ കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഗ്രാമർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് 2-ാം തീയതി മുതൽ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമർ ക്ലാസ് വെറും 10 ദിവസത്തേക്ക് മാത്രമുള്ള ഗ്രാമർ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ക്രാഷ് കോഴ്സ് പോലെ. കാരണം ഗ്രാമർ കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ ജോയിൻ ആകാൻ താല്പര്യമുള്ള കുട്ടികളുടെ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാ, ഞാൻ തന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അധികം കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കില്ല, കുറച്ച് കുട്ടികളെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. 10 ഡേയ്സ് വരുന്ന ക്ലാസ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രാമർ അറിയില്ല എങ്കിൽ കുട്ടികൾ ഫ്യൂച്ചറിൽ വളരെ ബുദ്ധിമുട്ടും. ഗ്രാമറിന് വേണ്ടി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്, വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.